Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസം നീളുന്ന ധ്യാനം കന്യാകുമാരിയിൽ തുടങ്ങി. വിവേകാനന്ദ പാറയിലാണ് 45 മണിക്കൂർ ദൈർഘ്യമുള്ള ധ്യാനം. വൈകിട്ട് കന്യാകുമാരിയിലെത്തിയ മോദി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനം തുടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപാണ് മോദി ധ്യാനത്തിനെത്തിയത് എന്ന പ്രത്യേകതയുമുണ്ട്. രാഷ്ട്രീയ വിമർശനങ്ങളുടെ ആഞ്ഞടിക്കുന്ന അലമാലകളെ വകഞ്ഞുമാറ്റിക്കൊണ്ടാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയുടെ ഓളപ്പരപ്പിലേക്ക് പറന്നിറങ്ങിയത്. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തും അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗവുമാണ് മോദി കന്യാകുമാരിയിലെത്തിയത്. കന്യാകുമാരി ദേവീക്ഷേത്ര ദർശനത്തിനു ശേഷം ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് നടന്നുകയറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വൈകുന്നേരം വരെ ധ്യാന നിമഗ്നനായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ധ്യാനത്തിനായി കന്യാകുമാരിയിലെത്തിയത്. മോദിയുടെ ധ്യാനം പ്രതിപക്ഷ കക്ഷികൾ വലിയ രാഷ്ട്രീയായുധമാക്കുന്നുണ്ട്. അവസാനഘട്ട തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള തന്ത്രമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം. ധ്യാനത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിലക്കേർപ്പെടുത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ധ്യാനമിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കാണാനാവില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട്. മോദിയുടെ ധ്യാനം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കന്യാകുമാരി കടൽ തീരത്ത് നല്ല കാറ്റാണ്. വിവേകാനന്ദ പാറയിലെ മോദിയുടെ ധ്യാനം രാജ്യത്തെ രാഷ്ട്രീയ കാറ്റിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. കന്യാകുമാരിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ. ചോദ്യം ഇതാണ്: രാഷ്ട്രീയ ധ്യാനമോ? സുജയ, 2014 തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ശിവജിയുടെ പ്രതാപ് ഖണ്ഡിലാണ് പോകുന്നത്. 2019 ആകുമ്പോൾ പോകുന്നത് കേദാർനാഥിലാണ്. 15 മണിക്കൂർ ധ്യാനം. 2024 കന്യാകുമാരിയിൽ 45 മണിക്കൂർ ധ്യാനത്തിനാണ് പോകുന്നത്. കോൺഗ്രസ് പറയുന്നത് ഇതൊരു പരോക്ഷ പ്രചരണമാണ്, ഇതൊരു രാഷ്ട്രീയ ധ്യാനമാണ് എന്നാണ്. രാഷ്ട്രീയ ധ്യാനമാണ്. രാഷ്ട്രീയ ധ്യാനമല്ല. രാഷ്ട്രീയ ധ്യാനം എന്ന് പറയുന്ന ഒരു കോയിനേജ് ധ്യാനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്കേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ നിശബ്ദമായി ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു അനുഭൂതിയാണ്. ഡോക്ടർ അരുണും മെഡിറ്റേഷനൊക്കെ ചെയ്യാറുള്ള ആളല്ലേ. നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ പോകുമ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുകയാണ് അല്ലേ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ ഒരു റിഫ്ലക്ഷനിലേക്ക് എത്തുകയാണ്. പുതിയ തോട്ട്സ് അല്ലെങ്കിൽ പുതിയ രീതിയിലൊരു എൻലൈറ്റൻമെൻറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ എന്ന് പാശ്ചാത്യർ വിളിക്കുകയും ഇവിടെ ഇപ്പോൾ ധ്യാനം എന്ന പേരിൽ നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ പറയുകയും ചെയ്യുന്നു. ഇവിടെ രാഷ്ട്രീയ ധ്യാനമാണെന്ന് പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ നിശബ്ദതയെ പോലും, അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ പോലും ഭയപ്പെടുകയാണ്. ഇത്ര പേടിക്കുന്നത് എന്തിനാണ്? മല്ലികാർജുൻ ഖർഗെയും കോൺഗ്രസും ഒക്കെ ഇത്ര ഭയക്കുന്നത് എന്തിനാണ്? പ്രത്യേകിച്ചും 7ാം ഘട്ടത്തിലേക്ക് എത്തി, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ, ഇനി പേടിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. 57 സീറ്റുകളിലേക്ക് മാത്രമാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. 7ാം ഘട്ട വോട്ടെടുപ്പാണ്. അതിനായുള്ള പരസ്യ പ്രചാരണം അവസാനിക്കുന്ന വേളയിലാണ് നരേന്ദ്രമോദി ധ്യാനത്തിലേക്ക് എത്തുന്നത്. അതായത് 3 മാസം നീണ്ടുനിന്ന പ്രചാരണം, മാർച്ച് 16-നാണ് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 3 മാസം നീണ്ടുനിന്ന പ്രചാരണം മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 7 ഘട്ട വോട്ടെടുപ്പുകളുടെയും പ്രചാരണം പൂർത്തിയായി കഴിഞ്ഞു. ആ വോട്ടെടുപ്പിന്റെ പ്രചാരണം പൂർത്തിയായതിനു ശേഷം നരേന്ദ്രമോദി ധ്യാനത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരാണസിയിലടക്കം വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് 1-ാം തീയതിയാണ്, അവസാന ഘട്ടത്തിലാണ്. ആ പോളിംഗ് പൂർത്തിയാകുന്ന വേളയിലാണ് ധ്യാനം അവസാനിച്ച് നരേന്ദ്രമോദി തിരികെ ഡൽഹിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്കും എന്ത് വരും? എക്സിറ്റ് പോൾ വരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴായിരിക്കും പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിൽ ലാൻഡ് ചെയ്യുക. ഈ സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇനി പോയി പ്രചാരണം നടത്താനുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. അദ്ദേഹം അതിന് പകരം ഇത്രയും കാലം ഈ പ്രചാരണം നടത്തിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ 45 മണിക്കൂർ ഒരു ഒറ്റയ്ക്കിരിക്കാൻ, അതിനെ ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലവും പ്രത്യേകതയുള്ളത് തന്നെയാണ്. എപ്പോഴും സ്വാമി വിവേകാനന്ദ റോൾ മോഡലാണ് എന്ന് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ധ്യാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതുന്നതൊക്കെ കുബുദ്ധികളാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നരേന്ദ്രമോദിയെയും BJPയെയും NDAയെയും ഒക്കെ ഭയക്കുന്നവരാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ EVM-നെ കുറ്റം പറയുന്നത് പോലെ നരേന്ദ്രമോദി ധ്യാനത്തിലിരുന്ന് വോട്ട് പിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം വലിയ പ്രചാരണത്തിലൂടെ വോട്ട് പിടിച്ച നരേന്ദ്രമോദിക്ക് ഇനി ഈ ധ്യാനം കൊണ്ടാണോ ഈ 57 സീറ്റുകളിലേക്കുള്ള വോട്ട് പിടിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ രാഷ്ട്രീയ ധ്യാനം എന്നൊരു സെഗ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിൽ തന്നെ തെറ്റാണ്. അത് ധ്യാനം ഇരിക്കുന്ന വ്യക്തികളെ, അതുപോലെ തന്നെ യോഗി വര്യന്മാരെയൊക്കെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ധ്യാനത്തിന് പോവുകയാണ് എന്നൊക്കെ പറയുന്നത്.
ജൂൺ 1-ാം തീയതി 3:25 വരെയാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ഉണ്ടാവുക. അതിനുശേഷം തിരുവനന്തപുരത്തെത്തി 4:10 ഡൽഹിക്ക് മടങ്ങും. ഇതാണ് ആ ഷെഡ്യൂൾ. ഇതൊരു പരോക്ഷ പ്രചാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത്? ഒരാൾ മൗന വ്രതത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ ധ്യാനത്തിലിരിക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിലക്കാൻ കഴിയുക? ഏത് തരത്തിലാണ് അത് ഒരു MCCയുടെ വയലേഷനായി മാറുന്നത് എന്നുള്ളത് കോൺഗ്രസിനും പറയാൻ കഴിയുന്നില്ല. ഒരാൾ ഇപ്പോൾ ഡോക്ടർ അരുൺ ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ അടുത്ത 1 മണിക്കൂർ ധ്യാനത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരുന്ന് ഡോക്ടറോട് അങ്ങനെയല്ല സംസാരിച്ചേ പറ്റൂ എന്ന് പറയാൻ കഴിയില്ല. അത് താങ്കളുടെ വ്യക്തിപരമായ ചോയ്സാണ്. അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം, സന്ദർഭം, അതൊക്കെ ആ വ്യക്തിയുടെ ചോയ്സാണ്. നരേന്ദ്രമോദി അത് ചൂസ് ചെയ്തിരിക്കുന്നത് കന്യാകുമാരിയിലാണ്, വിവേകാനന്ദ പാറയിലാണ്. ഇനി ജൂൺ 9-ാം തീയതി കർത്തവ്യപഥിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞിട്ടാണ് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ്. അതായത് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 57 സീറ്റുകളിലെ വിധി നിർണയം പൂർത്തിയായിട്ട് 272ലേക്ക് കഷ്ടിച്ച് നടന്നെടുക്കാനുള്ള ആളല്ല നരേന്ദ്രമോദിയും BJPയും എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഈ ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. 1892 ഡിസംബർ 24, 25, 26 3 ദിവസങ്ങളിലായാണ് സ്വാമി വിവേകാനന്ദൻ ധ്യാനം വരുന്നത്. അതേ ഇടത്തേക്കാണ് നരേന്ദ്രമോദി വരുന്നത്. അന്ന് ഈ കടല് ക്രോസ് ചെയ്ത് അവിടേക്ക് പോകുന്നു, ആ പാറയിലിരിക്കുന്നു. ഇന്ന് അവിടെ ഒരു ധ്യാന മണ്ഡപമുണ്ട്, വിവേകാനന്ദ റോക്ക് മെമ്മോറിയലാണ്. അതിനുള്ളിലേക്കാണ് ധ്യാനത്തിനിരിക്കാൻ നരേന്ദ്രമോദി എത്തുന്നത്. അത് ഒരു അവിചാരിതമായുള്ള കാര്യമാണ് അല്ലെങ്കിൽ യാദൃശ്ചികമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് ആലോചിച്ചുറപ്പിച്ച് നരേന്ദ്രമോദി എടുത്ത തീരുമാനം തന്നെയാണ്. 2024 പോൾ ക്യാമ്പയിൻ പൂർത്തിയായി കഴിയുമ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് ആസ്പദമായ മറ്റൊരു കാര്യം കൂടിയാണ്. ചെന്നൈയിലെ മൈലാപ്പൂരിൽ ഈ ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ 125ാം വാർഷികത്തിന് നരേന്ദ്രമോദി പോയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് NDA സർക്കാരിൻ്റെ, അതോടൊപ്പം തന്നെ എൻ്റെ ഫിലോസഫിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ ആ പറഞ്ഞതും ഇപ്പോഴത്തെ ഈ ധ്യാനവും തമ്മിലാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് എന്താണ്? 2047 ആകുമ്പോഴേക്കും ഇന്ത്യ വികസിത ഭാരതമാകാൻ പോകുന്നു. സ്വാമി വിവേകാനന്ദനും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു വികസിത ഭാരതത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ 3-ാം ടേം എന്ന് പറയാതെ പറയുകയാണ് നരേന്ദ്രമോദി. ഒരുപക്ഷെ ഇത്തവണ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം അതായിരിക്കാം അദ്ദേഹം പറയാൻ പോകുന്നത്. ഇനിയൊരു എൻലൈറ്റൻമെന്റ് കിട്ടി, കൊൽക്കത്തയിൽ നിന്ന് ഈ കന്യാകുമാരിയിലേക്ക് എത്തി ധ്യാനത്തിലിരുന്ന നരേന്ദ്രൻ എന്ന ആൾ സ്വാമി വിവേകാനന്ദനായി മാറിയതുപോലെ എനിക്കൊരു എൻലൈറ്റ്മെന്റ് കിട്ടിയെന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും അതിലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ റോൾ മോഡൽ ഇതാണ്, എൻ്റെ ഹിന്ദു സെയിൻ്റായ സ്വാമി വിവേകാനന്ദനാണ് എൻ്റെ റോൾ മോഡൽ എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു തവണയല്ല, പലതവണ പറഞ്ഞു. ഏറ്റവും ഈ മൈലാപ്പൂരിലെ ചടങ്ങിലടക്കം പറഞ്ഞതാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് നമുക്കിപ്പോൾ നമ്മൾ പറയില്ലേ, വി കാൺ ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ് എന്ന്. അപ്പോൾ അതുപോലെ ഇത് എന്തിൻ്റെയും ഒരു സൂചനയാകാം. അത് നമുക്ക് ജൂൺ 4 കഴിഞ്ഞ് എന്തുകൊണ്ട് ജൂൺ 1 വരെ ഇവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു, അതിനൊക്കെയുള്ളൊരു മറുപടി തരേണ്ടത് നരേന്ദ്രമോദിയാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ അസംഷൻസ് ആണ് ഈ കാണുന്നതിൽ നിന്ന്. ഇനി നരേന്ദ്രമോദി ഇവിടേക്ക് വരുന്നത് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്നാണ്. ഹോഷിയാർപൂരിലായിരുന്നു നരേന്ദ്രമോദിയുടെ അവസാന പ്രചാരണ റാലി. ഇതിൻ്റെ ഒരു കണക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 16 ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിന് ശേഷം 206 പബ്ലിക് ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, അതായത് റാലികളും കൺവെൻഷൻസും എല്ലാം അടക്കം 206 പരിപാടികളിൽ നരേന്ദ്രമോദി പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പരിപാടികൾ നടത്തിയത്, അത് പ്രതിപക്ഷ നിരയെടുത്താലും ഭരണപക്ഷ നിരയെടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ പൊതുപരിപാടികൾ അല്ലെങ്കിൽ റാലികൾ നടത്തിയത് നരേന്ദ്രമോദി തന്നെയാണ്. പിന്നെ വാരാണസിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ചെലവഴിച്ചുകൂടെ നിശബ്ദ പ്രചാരണ ദിവസത്തിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നിശബ്ദ പ്രചാരണ ദിവസത്തിൽ ഡൽഹിയിൽ ചെലവഴിച്ചുകൂടെ? 1-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പോയിക്കൂടെ? 4-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നൊക്കെ ചില ചോദിച്ചെന്ന് വരാം. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാരാണസിയിൽ നരേന്ദ്രമോദിക്ക് ഇനിയിപ്പോൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ തവണ 2019 4.79 ലക്ഷം വോട്ടുകൾക്ക് വാരാണസിയിൽ ജയിച്ച നരേന്ദ്രമോദിക്ക് ഇക്കുറി ആ ഭൂരിപക്ഷം എത്ര കണ്ട് കൂടുമെന്നതിൽ മാത്രമേ ഒരു കൗതുകമുള്ളൂ. കാരണം അന്ന് ആകെ പോൾ ചെയ്തതിൻ്റെ 63%, 6.79 ലാക്സ് വോട്ട്സും നരേന്ദ്രമോദിക്ക് കിട്ടിയതാണ്. അന്നത്തെ തൊട്ടടുത്ത് വന്ന എതിരാളി സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവാണ്. അവർ 1.95 ലാക്സ് ആണ് അവർക്ക് കിട്ടിയ വോട്ട്. അവരിന്ന് BJPയിലാണുള്ളത്. അപ്പോൾ ആ ശാലിനിയുടെ ഭാഗത്തുണ്ടായിരുന്ന സപ്പോർട്ടേഴ്സിനും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ 5 വർഷം കഴിയുമ്പോൾ നരേന്ദ്രമോദിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ വാരാണസി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ നോക്കണം. വാരാണസിയിലെ കാൻഡിഡേറ്റായ നരേന്ദ്രമോദിയാണ് വിവേകാനന്ദ പാറയിൽ വന്ന് ധ്യാനമിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലേക്ക് നരേന്ദ്രമോദി പതുക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണോ ഇത് എന്നുള്ളതാണ് ഇനി ഒരു രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ടോണിൽ സംസാരിക്കുന്നത്
സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി പോകുന്നു, അങ്ങനെ ആ രീതിയിൽ സ്വയം ഒന്ന് മാറ്റാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ടോ? ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു നരേന്ദ്രമോദിയാണോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സ്വാമി വിവേകാനന്ദനാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ സ്വയം പരിവർത്തനം ചെയ്യാനായിട്ടുള്ളതാണോ ഈ 45 മണിക്കൂർ ധ്യാനം? ഇത് കേദാർനാഥിലെ ധ്യാനം പോലെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുന്നു, അതിന് ചിത്രങ്ങൾ ഇവിടെ പുറത്തു വരുന്നു. പക്ഷേ ഇത് ഈ 45 മണിക്കൂർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന്. ഒരു പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വാരാണസിയിൽ മോദി ആദ്യം എത്തുമ്പോൾ അവിടെ 5.5 മില്യൺ ആയിരുന്നു അവിടെ സന്ദർശകരായി ആളുകൾ എത്തിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പുതിയ കണക്ക് വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ കാണുന്നത് 54 മില്യൺ സന്ദർശകർ, അതായത് 10 ഇരട്ടി വർദ്ധിച്ചു. നരേന്ദ്രമോദിയുടെ 2 ടേംസ് കഴിയുമ്പോഴത്തേക്കും വാരാണസിയിലെ സന്ദർശകരുടെ അത്രയുമായി. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ പോയി ഒരു കസേര വലിച്ചിട്ടിരുന്നതേ ഉള്ളൂ. ലക്ഷദ്വീപിലേക്കും മാലദ്വീപിലെ സന്ദർശകരെല്ലാം വന്നു. അതുപോലെ കന്യാകുമാരിക്കും വിവേകാനന്ദ പാറയ്ക്കും നല്ലതാണ്. അവിടെ ധ്യാനത്തിലിരിക്കാൻ, അതുപോലെ അവിടെ സന്ദർശിക്കാൻ വരുന്നവരുടെയൊക്കെ എണ്ണം ഇരട്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി വരും. അത് അവിടുത്തെ ടൂറിസത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ ടൂറിസം എന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിലടക്കം അതേക്കുറിച്ച് മെൻഷനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പിരിച്വൽ ഹബ്ബ് കൂടിയായി ഇന്ത്യയെ മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി തേർഡ് ടൈമിൽ ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് ഉണ്ടാകാം. അങ്ങനെ ഒരു ആത്മീയ തലസ്ഥാനമായി ഇന്ത്യയെ മാറ്റുക എന്നൊരു ചിന്ത ഒരു പക്ഷേ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ളതായിരിക്കാം ഒരു പക്ഷേ തേർഡ് ടേം. അതിൻ്റെ ഒരു സൂചനയാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ധ്യാനം എന്ന് ഞാൻ കരുതുന്നു. അതൊരു രാഷ്ട്രീയ ധ്യാനമല്ല. ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കാൻ, സ്വയം തിരിച്ചറിയാൻ, അതോടൊപ്പം തന്നെ വലിയ ഈ ഹസ്ലാൻ ബസിൽ നമ്മൾ പറയുമല്ലോ, ഈ പറയുന്ന സകല ബഹളത്തിൽ നിന്നും മാറി ഒരാൾ വന്നൊരു 45 മണിക്കൂർ ധ്യാനം ഇരിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ ധ്യാനത്തെ, ആ നിശബ്ദതയെ ഒരാൾ വെറുതെ ഇരിക്കുന്നതിനെ പോലും ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണ്? പ്രതിപക്ഷം പേടിക്കാതിരിക്കൂ. 16 ക്യാമറകളുമായി ഒരാൾ വെറുതെ ഇരിക്കുന്നു. പ്രതിപക്ഷം പേടിക്കുന്നത് എന്തിനാണ്? അമോരയുടെ വേളയ്ക്ക് പോയി വരാം. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. മോദിയുടേത്, കന്യാകുമാരിയുടേത് രാഷ്ട്രീയ ധ്യാനമോ എന്നതാണ് ചോദ്യം. അതൊരു രാഷ്ട്രീയ സ്വഭാവമുള്ള ധ്യാനമാണ് എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്തുകൊണ്ടെന്നാൽ തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണങ്ങൾ അവസാനിച്ചതിന് ശേഷമുള്ള 48 മണിക്കൂർ ഒരു നേതാവ്, ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും തരത്തിൽ വോട്ടിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രചരണത്തിന് ഇറങ്ങാൻ പാടില്ല. ഇതൊരു പരസ്യ പ്രചരണമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് പരോക്ഷമായൊരു പരസ്യ പ്രചരണമാണ് എന്ന പ്രതിപക്ഷ കക്ഷികളുടെ അഭിപ്രായത്തിൽ കഴമ്പുണ്ടെന്നാണ് എൻ്റെ സങ്കല്പം. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിൽ പോലും. എന്തുകൊണ്ടാണ്? ഇതൊരു വ്യക്തി സ്വന്തമായിട്ട് താല്പര്യപ്രകാരം നടത്തുന്നൊരു മെഡിറ്റേഷനാണ് എന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നതും. ഇതൊരു മെഡിറ്റേഷനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഇതൊരു മീഡിയ അറ്റൻഷനാണ്. വാക്കിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മെഡിറ്റേഷൻ എന്ന് നിങ്ങൾ പറയും, പക്ഷേ ഇത് മീഡിയ അറ്റൻഷൻ ആണ് എന്ന് ഞാൻ പറയും. ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇത് തന്നെയാണ് കേദാർനാഥിലും നമ്മൾ കാണുന്നത്. എന്താണ്? നരേന്ദ്രമോദി പോകുന്നിടത്തെല്ലാം ക്യാമറ കണ്ണുകൾ വരുന്നത്, നരേന്ദ്രമോദി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം കൃത്യമായി സ്പോട്ട് ലൈറ്റുകൾ പോലെ ക്യാമറ പതിയുന്നത്, ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി ആ യോഗ ചെയ്യാൻ വേണ്ടി വരുന്ന, ധ്യാനം ചെയ്യാൻ വേണ്ടി വരുന്ന നരേന്ദ്രമോദിയുടെ വഴിയിൽ മുൻപിലും പിന്നിലും ഇടതുവശത്തുമായി 1 ഡസനോളം ക്യാമറ കണ്ണുകളിലേക്കാണ് ഒരാൾ സ്വകാര്യമായ ധ്യാനം നടത്താൻ വരുന്നത് എന്ന് പറയുമ്പോൾ അതൊരു ഓക്സിമറൂണാണ്. നിങ്ങൾക്ക് സ്വകാര്യമായൊരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ കണ്ണുകളുടെ മുന്നിൽ ചെയ്യുന്നതല്ല. നിങ്ങൾ മറ്റൊരാളുടെ കണ്ണിന് മുന്നിൽ ചെയ്യുന്നത് അപ്പോഴും സ്വകാര്യമല്ലാതായി മാറിക്കഴിഞ്ഞു. അതൊരു ക്യാമറ കണ്ണുകളുടെ മുന്നിൽ തത്സമയം ലോകമെമ്പാടും പ്രദർശിപ്പിക്കത്തക്ക രീതിയിൽ ഒരു സജ്ജീകരണം ഒരുക്കിക്കഴിഞ്ഞാൽ അതൊരു രഹസ്യമായ പരിപാടിയോ അതൊരു സ്വകാര്യമായ പരിപാടിയോ അല്ല. അപ്പോൾ ഒരാൾക്ക് സ്വകാര്യമായി ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നവരെ എൻ്റെ ജീവിതത്തിൽ സ്വകാര്യമായിരുന്ന് ധ്യാനിക്കുന്ന ഋഷികളെ ക്യാമറകളുടെ നടുക്ക് കണ്ടിട്ടില്ല. ആൾക്കൂട്ടത്തിലിരുന്ന് ധ്യാനിക്കുന്ന ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവരുണ്ടാവാം. അവർ ധ്യാനിക്കാൻ പോകുന്ന സ്ഥലങ്ങളും ധ്യാനിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഇടങ്ങളും എന്ന് പറയുന്നത് ഇത്തരം പൊതുബോധമോ പൊതു ശ്രദ്ധയോ പിടിച്ചു പറ്റാത്ത ഒഴിഞ്ഞ ഇടങ്ങളിലാണ്. എന്താണ്? ചിത്തവൃത്തി നിരോധം എന്നാണല്ലോ പറയുന്നത് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ തന്നെ. നിങ്ങളുടെ മനസ്സിൻ്റെ വൈകാരികമായ ഏറ്റക്കുറച്ചിലുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ധ്യാനമാണ്. ശരി, ആ അർത്ഥത്തിൽ ഒരു വ്യക്തി കൈകളിൽ നിന്ന് വാക്കുകൾ, തെറ്റിപ്പോയ വാക്കുകൾ, ആ മനസ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാക്കുകൾ, അതെല്ലാം നിയന്ത്രിക്കാനും ആ മനസ്സിനെ ഏകീകരിക്കാനും ഒക്കെയായി ഇത്തരത്തിൽ ധ്യാനത്തിൽ ഏർപ്പെടുന്നതിന് ധ്യാനം കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും അതൊക്കെ ചെയ്യണം. അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസവും എനിക്കില്ല. ഞാൻ ഇതിനെ 2 ആംഗിളിൽ കാണുന്നു. ഒന്ന്, ഈ യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ഏതൊക്കെ തലങ്ങളിലാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പതഞ്ജലിയുടെ യോഗസൂത്രത്തിലൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ശ്രദ്ധിക്കുകയായിരുന്നു. യമ എന്ന് പറയുന്നതും നിയമം എന്ന് പറയുന്നതും ഒക്കെ അഷ്ടാംഗ ഹൃദയത്തിലെ തുടക്കത്തിലുള്ള 2 ഘട്ടങ്ങളാണ്. ഇതിൽ യമം എന്ന് പറയുന്നത്
പറയുന്നത് നിങ്ങൾ നിയമം പാലിക്കുന്നതിന് മുമ്പ് പാലിച്ചിരിക്കേണ്ട ആത്മനിയന്ത്രണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഹിംസ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സത്യം, മൂന്നാമത്തേത് ആസ്തേയം എന്നിങ്ങനെ പോകുന്നു. ബ്രഹ്മചര്യം അടക്കം ഇങ്ങനെ പലതരം യമങ്ങളുണ്ട്. ആ യമങ്ങൾ അഥവാ നിയന്ത്രണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത് നിലവിൽ ഈ ധ്യാനം കൂടാൻ പോകുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ തുടങ്ങുന്നു, അത് അവിടെയുമല്ല ചായക്കടയിൽ തുടങ്ങുന്നു. ഇനി അതെല്ലാം നമ്മൾ മാറ്റിവെച്ചാൽ പോലും ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിൽ ഇന്ന് മൻമോഹൻ സിംഗ് പഞ്ചാബിലെ വോട്ടർമാർക്ക് എടുത്തിരിക്കുന്ന ഒരു കത്തിൽ പറയുന്നത് പോലെ എന്നെ മിസ്കോട്ട് ചെയ്യുക മാത്രമല്ല അസത്യപ്രചരണം നടത്തിയിരിക്കുന്നു എന്നാണ് മൻമോഹൻ സിംഗ് പറയുന്നത്. അങ്ങനെ മൻമോഹൻ സിംഗ് പറയാനുള്ള കാരണം മൻമോഹൻ സിംഗ് നടത്തിയ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലെ പ്രസംഗത്തെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടൊരു നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ ആദ്യ യമം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സത്യം എന്ന് പറയുന്നത് അകന്നു നിൽക്കുന്നു ഒരു ധ്യാനനിരതരാകാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ധ്യാനത്തിനുള്ള അടിസ്ഥാന യോഗ്യത തന്നെ നരേന്ദ്രമോദിക്കുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം സ്വാഭാവികമായി വരും. അവിടെയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം വരുന്നത്. എന്താണ് രണ്ടാമത്തത് ഈ അഹിംസ എന്ന് പറയുന്നത് വളരെ വ്യക്തമായും പറയുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കാതിരിക്കലാണ്. നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്നു, പെറ്റുകൂട്ടുന്നവരെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വത്തുക്കളെല്ലാം പ്രാഥമികമായി ഇവർക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞൊരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നു. ഇതെല്ലാം അഹിംസയുടെ പട്ടികയിൽപ്പെടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല, നമുക്കറിയാവുന്നതുപോലെ ഒരു വണ്ടി പോകുമ്പോൾ അതിനിടയിൽ പട്ടിക്കുട്ടി വന്നു പെട്ടാൽ സ്വാഭാവികമായി അതിന് മരണം സംഭവിക്കുമെന്നോ ഒക്കെ കരുതുന്ന ഒരാളെ സംബന്ധിച്ച് അഹിംസ എന്നുള്ളത് അകന്നു നിൽക്കുന്ന ഒരു ആശയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് കാണാം. ഒരാൾ ധ്യാനം കൂടാൻ പോകുന്നതിനെ ആ രീതിയിലൊക്കെ നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണെങ്കിലും നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തിയത് അതൊരു സ്വകാര്യ സന്ദർശനമായി നമുക്ക് കണക്കാക്കാൻ കഴിയാത്തത് അദ്ദേഹം ക്യാമറ ഫ്രണ്ട്ലിയായ ക്യാമറയുടെ സ്പോട്ട്ലൈറ്റുകൾ നേരത്തെ നിശ്ചയിച്ച് നടത്തിയിരിക്കുന്ന ഒരു പരോക്ഷ പ്രചരണമായതുകൊണ്ടാണ്. ഇന്ന് ആ ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും. നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വരുന്നതും കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ പോകുന്നതും അതിനുശേഷം വിവേകാനന്ദ പാറയിലേക്ക് വരുന്നതുമെല്ലാം വളരെ വ്യക്തമായ ഒരു ക്യാമറ സജ്ജീകരണങ്ങളോടുകൂടി തയ്യാറെടുപ്പുകൾ നടത്തി റിഹേഴ്സലുകൾ നടത്തിയിരിക്കുന്ന ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പ്രതീതിയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. എത്ര വ്യക്തമായിട്ടാണ് വൈഡ് ആംഗിൾ കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാമറ, ക്ലോസ് ആംഗിൾ കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാമറ, നരേന്ദ്രമോദി നടന്നു വരുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്ലോസപ്പ് ഫ്രെയിം ചെയ്യാൻ വെച്ചിരിക്കുന്നത്, ഫ്രണ്ട് ഷോട്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറ, ഹാൻഡി ക്യാം വെച്ചിരിക്കുന്നത്, ഈ പറയുന്ന ക്ലോസ് ഷോട്ടുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ക്യാമറകൾ. ഇതൊന്നും ഏതെങ്കിലും സ്വകാര്യ ചാനലുകളുടേതല്ല. ഇതെല്ലാം പകർത്തി നൽകുന്ന ഫീഡുകൾ കൂടിയാണ്. പ്രസാദ് ഭാരതി അടക്കം ഇതെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തത്സമയം സംപ്രേഷണം ചെയ്യാൻ പാടുണ്ടോ? അത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നൽകുമോ എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കം ചോദിക്കുന്നത്. അതാണ് തേജസ്വി യാദവ് പറയുന്നത്. ഇതൊരു ഫിലിം ഷൂട്ടിങ്ങും മാർക്കറ്റിങ്ങുമാണ് എന്നാണ് തേജസ്വി യാദവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്ന നിവേദനത്തിൽ പറയുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് ചില പ്രത്യാഘാതങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ സംപ്രേഷണം വിലക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധ്യാനിക്കേണ്ട എന്നല്ല പരാതി, പകരം ആ ധ്യാനത്തിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്ക് ലഭ്യമല്ലാത്ത ഒരു സ്പേസ് അവിടെ കിട്ടുകയും സ്ഥാനാർത്ഥിയായ, അതായത് അവസാന ഘട്ടത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ നരേന്ദ്രമോദിക്ക് അതിനുള്ളൊരു അവസരം കൂടി കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ധ്യാനമായി മാറുന്നു. ഈ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇതാദ്യമായിട്ടല്ല നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ പോകുന്നത്. 1991 ഡിസംബർ മാസത്തിലാണ് നരേന്ദ്രമോദി മുരളി മനോഹർ ജോഷിയുമായി ആദ്യം വിവേകാനന്ദ പാറയിൽ പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതെന്താണ്? അന്ന് ഓർമ്മിക്കണം, 1892 വിവേകാനന്ദൻ 3 ദിവസത്തെ ധ്യാനമിരിക്കാൻ പോകുന്നത്. അതിന് ഏകദേശം 100 വർഷം തികയുമ്പോൾ വീണ്ടും സ്വാമി വിവേകാനന്ദൻ്റെ പോയ അതേ പാറയിലേക്ക് മുരളി മനോഹർ ജോഷിയും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും പോകുന്നുണ്ട്. ഏകതാ യാത്രയായിരുന്നു. അന്ന് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ശ്രീനഗറിൽ അവസാനിച്ച ഏകതാ യാത്ര 14 സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോയി ശ്രീനഗറിൽ പതാക ഉയർത്തിയാണ് അവസാനിക്കുന്നത്. ആ ഏകനാഥ് യാത്രയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വിവേകാനന്ദനുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നരേന്ദ്രമോദിക്ക് അടുത്ത ബന്ധമുണ്ട്. അടുത്ത ബന്ധം എന്ന് പറയുന്നത് വിവേകാനന്ദൻ്റെ ആശയങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. രാമകൃഷ്ണ മിഷൻ്റെ ആദ്യത്തെ ഡിസൈപ്പിളുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആശ്രമങ്ങളിലെ ഒരു പ്രവർത്തകനായിരുന്നു നരേന്ദ്രമോദി എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, പലപ്പോഴും വിവേകാനന്ദനെ തന്നെ റോൾ മോഡലായിട്ട് പറയാൻ പോകുന്ന ഒരാൾ കൂടിയാണ്. ഇതൊക്കെ നരേന്ദ്രമോദിക്കും വിവേകാനന്ദൻ്റെ ആശയം
രാഷ്ട്രീയങ്ങളോട് ബന്ധമുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ അതിനെ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഒരു തുറന്നു വെച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകൾക്കിടയിലൂടെ നടത്തുന്ന ഒരു പരോക്ഷ രാഷ്ട്രീയ പ്രചരണമായി അത് മാറുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെ 57 സീറ്റുകൾ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ 6 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെയും ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞൊരു ഘട്ടം കൂടിയാണ് 7ാമത്തത്. 57-ൽ 37 സീറ്റുകൾ മാത്രമാണ് NDA നേടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും വെസ്റ്റ് ബംഗാളിൽ ഇന്ന് നടക്കാൻ പോകുന്ന 9 മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസിൻ്റെ കൈകളിലാണ്. കൽക്കത്തയിലെ നഗരഹൃദയങ്ങളിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. പഞ്ചാബിലും ഇത്തവണ ഒട്ടും പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല. മൻമോഹൻ സിംഗ് തന്നെ ആ കത്തിൽ പറയുന്നത് പോലെ ഒരു ദിവസം 27 രൂപ മാത്രം പ്രതിദിനം വരുമാനമുള്ള കർഷകനാണ് പഞ്ചാബിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. അവനാവട്ടെ 27,000 രൂപയുടെ കടത്തിലുമാണ് എന്നതാണ് മൻമോഹൻ സിംഗ് പറയുന്നത്. അപ്പോൾ പഞ്ചാബിൽ വോട്ട് ചെയ്യാൻ പോകുന്ന കർഷകരുണ്ട്, വെസ്റ്റ് ബംഗാളിൻ്റെ നഗരഹൃദയങ്ങളിൽ വോട്ട് ചെയ്യാൻ പോകുന്നവരുണ്ട്. ഇവിടെ നിന്നെല്ലാം ഇക്കുറി കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 12-13 സീറ്റുകൾ കൂടി കൂടുതൽ കിട്ടാതെ നരേന്ദ്രമോദിക്ക് ഇത്തവണ ഈ മാർജിൻ കടക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. പ്രകാൽ പ്രഭാകർ പറയുന്നത് കഴിഞ്ഞ തവണ നേടിയതിൻ്റെ സീറ്റ് നിലനിർത്താൻ പോലും കഴിയില്ല, 220ലേക്ക് ടാർജറ്റ് ഒതുങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതു വിധേനയെങ്കിലും 5-10 സീറ്റുകൾ കൂടി ലഭ്യമാക്കാൻ വേണ്ടി എല്ലാ അവസരങ്ങളും ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി അടിമുടി സ്പിരിച്വൽ അല്ല, നരേന്ദ്രമോദി അടിമുടി ഒരു പൊളിറ്റിക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ നരേന്ദ്രമോദി എന്ത് ചെയ്താലും അതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ടാവും. അതാണ് കേദാർനാഥിൽ പോയി ഞാൻ ധ്യാനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ ധ്യാനിക്കാൻ പോകുന്നതിൻ്റെ വിവിധ പോസുകളിലുള്ള ചിത്രങ്ങൾ എടുത്ത് പുറത്തു വരികയാണെന്നേ. എങ്ങനെയാണെന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ പോകുമ്പോൾ കൂടെ കുറച്ച് ക്യാമറക്കാരെ കൂടി കൊണ്ടുപോവുകയും അവരാ ദൃശ്യങ്ങൾ കൃത്യമായി എടുത്തു വെച്ചിരിക്കുന്നത് പോലെ നേരത്തെ സജ്ജീകരിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം എടുത്ത് പുറത്തേക്ക് വരികയും അതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതൊരു സ്പിരിച്വൽ മാർക്കറ്റിംഗ് ആണ് എന്നുകൂടി പറയുന്നു. ആത്മീയത കച്ചവടമാക്കാനുള്ളതല്ല എന്ന് പറയുന്നവർ തന്നെ സ്പിരിച്വൽ മാർക്കറ്റിംഗ് എന്ന പദപ്രയോഗം നടത്തുന്നത് തന്നെ ഒരു ഓക്സിമറൂഡാണ് എന്നാണ് എൻ്റെ വാദം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നരേന്ദ്രമോദി 2014 തിരഞ്ഞെടുപ്പിൽ അവതരിക്കുമ്പോൾ അദ്ദേഹം സ്വയം അവകാശപ്പെട്ടത് ഞാൻ ഇന്ത്യയുടെ ജനങ്ങളുടെ ഒരു സേവകനായി വന്നിരിക്കുന്നു, വിനീതനായ സേവകൻ എന്നാണ് പറഞ്ഞത്. പിന്നീട് 2019 എത്തുമ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഞാൻ നിങ്ങളുടെ വിനീതനായ ചൗക്കീദാറാണ്, കാവൽക്കാരനാണ് എന്നാണ്. പിന്നീട് നരേന്ദ്രമോദി പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരു ദൈവീക സ്പർശമുള്ളയാളാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം സേവകനിൽ നിന്ന് കാവൽക്കാരനിൽ നിന്ന് ദൈവിക പരിവേഷത്തിലേക്ക് വരുന്നു. അവിടെയാണ് സുജയ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻലൈറ്റൻമെൻ്റ് ഒക്കെ കിട്ടി പുറത്തേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്ക് എങ്ങനെയാണോ വിവേകാനന്ദൻ 1892 3 ദിവസത്തെ ധ്യാനത്തിനു ശേഷം വിവേകാനന്ദപ്പറയിൽ ഒരു ആത്മീയ ദർശനം ഉണ്ടായത്, സമാനമായ ആത്മീയ ദർശനം ഒരു പക്ഷേ നമ്മളുടെ പ്രധാനമന്ത്രിക്കും ലഭിക്കുകയാണെങ്കിൽ ഇക്കുറി പ്രധാനമന്ത്രി ടൈമിലേക്ക് ഈ മനുഷ്യൻ വരുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം ചിലരെങ്കിലും പറയുന്നത് പോലെ സ്പിരിച്വലായ ഒരു ലീഡർക്ക് ഒരു രാഷ്ട്രത്തിൻ്റെ തലവനായി ഇരിക്കുക സാധ്യമാണ്. അതുകൊണ്ട് ഇത് നേരത്തെ കെജ്രിവാൾ പറഞ്ഞതുപോലെ അടുത്ത ടേം 75 വയസ്സ് തികയാൻ പോകുമ്പോൾ അമിത്ഷായുടെ പ്രധാനമന്ത്രി ആരോഹണത്തിനു വേണ്ടി താൻ സ്പിരിച്വലായി താനൊരു വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയായെങ്കിലും ചില ആളുകൾ കണക്കാക്കുന്നുണ്ട്. അതല്ല, ഇതൊരു സ്പിരിച്വൽ ലീഡർ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമായി ചിലർ കണക്കാക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തതാണെങ്കിൽ അത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ ഒന്നല്ല. നമ്മളെ നയിക്കാൻ ആവശ്യമുള്ളൊരു പൊളിറ്റിക്കൽ ലീഡറാണ്, ഒരു സ്പിരിച്വൽ ലീഡറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മതേതര രാജ്യം എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ടേക്ക് ഇപ്പോൾ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 45 മണിക്കൂർ ദൈർഘ്യമുള്ള ധ്യാനത്തിന് രാഷ്ട്രീയമായ ഒരു വശമുണ്ട്. ആ പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഒരേ സമയം അവസാനഘട്ട തിരഞ്ഞെടുപ്പിൻ്റെയും ഒപ്പം തെക്കടക്കമുള്ള മേഖലകളിലും. ഓർമ്മിക്കണം, നരേന്ദ്രമോദി നേരത്തെ നടത്തി 216ഓളം പൊളിറ്റിക്കൽ ഇവൻറ്റുകളിൽ 37 എണ്ണവും നടത്തിയിരിക്കുന്നത് തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക ഈ 4 സംസ്ഥാനങ്ങളിലാണ്. അതിൽ 7 തവണ നടത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ്. അവിടെ നിന്ന് കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് അണ്ണാദുരൈ അടക്കമുള്ളവരെ രംഗത്തിറക്കി അണ്ണാമലയെ ഇറക്കി നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും തമിഴ്നാട് ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കന്യാകുമാരിയിൽ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ കണ്ണുവയ്ക്കുന്ന നരേന്ദ്രമോദിക്ക് സ്വാഭാവികമായും ഈ ധ്യാനത്തിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ ധ്യാനം എന്നാണ് എൻ്റെ ടേക്ക്. ഞാൻ MV നികേഷ് കുമാറിലേക്ക് വരാം. നമുക്കൊരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. നരേന്ദ്രമോദിയുടേത് രാഷ്ട്രീയ ധ്യാനമോ എന്നാണ് ചോദ്യം. MV നികേഷ് കുമാർ.
രാഷ്ട്രീയ ധ്യാനമോ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും എൻ്റെ ഉത്തരം രാഷ്ട്രീയ ധ്യാനമാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു പ്രാണപ്രതിഷ്ഠ. പ്രാണപ്രതിഷ്ഠയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? 40 ക്യാമറകൾ അവിടെ ഗർഭഗൃഹത്തിലേക്ക്, ഒരു ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ 40 ക്യാമറ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അതും 4K ക്വാളിറ്റിയുള്ള 40 ക്യാമറകൾ എന്നുള്ളതാണ് നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. ഇപ്പോൾ നരേന്ദ്രമോദി ഉദ്ഘാടനം കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠയിലൂടെ. സമാപനത്തിൽ വിവേകാനന്ദ പാറയിലെത്തി ധ്യാനമിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമാപന പരിപാടിയിലും ഈ പറയുന്ന 40ഓ 80ഓ 4K ക്യാമറകൾ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ നോക്കൂ, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇവൻ്റാണ്. ഒരു സ്പിരിച്വൽ ലീഡർ എന്നൊന്നും നരേന്ദ്രമോദിയെക്കുറിച്ച് പറയല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ചൊന്നുമല്ലോ, വർത്തമാന പത്രങ്ങളിൽ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ടെലിവിഷൻ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണല്ലോ. ഞാൻ പോയിട്ടുള്ളതാണ് 2002 ഗുജറാത്ത് കലാപത്തിൽ. അവിടെ എന്താണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഒന്നും നമ്മൾ സ്പിരിച്വൽ ഒന്നും വിശേഷിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഇവൻ്റാണ് എല്ലാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം. നരേന്ദ്രമോദി ഒരു സ്ഥലത്ത് പോയാൽ വിസിറ്റേഴ്സ് ബുക്കിൽ ഒപ്പിടുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ക്യാമറകൾക്ക് പിടിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഒപ്പിടുന്നതായി അല്ലെങ്കിൽ റിമാർക്സ് എഴുതുന്നതായി തോന്നിപ്പിക്കുക. ഒരിക്കലും അദ്ദേഹം റിമാർക്സ് എഴുതാറില്ല. ഇങ്ങനെ പേന വെച്ച് കുത്തുക മാത്രമേ ചെയ്യുക. എഴുതുന്നത് വേറെ ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് എല്ലാം ഈ പറയുന്ന പോലെ ഫേക്ക് എൻകൗണ്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിവേകാനന്ദ പാറയിലെ ധ്യാനവും എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. കാരണം എൻ്റെ പ്രധാനമന്ത്രി കൂടിയാണല്ലോ നരേന്ദ്രമോദി. ഇന്ന് മൻമോഹൻ സിംഗ് അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസ്താവന ഇറക്കിയത് ഇന്ന് എന്താണ്? പൊതുപ്രസംഗത്തിൻ്റെ അന്തസ്സ് കളഞ്ഞ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ചില സമുദായങ്ങൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ വിദ്വേഷം നിറഞ്ഞതും മാന്യമല്ലാത്തതുമായ വാക്കുകൾ പ്രയോഗിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പദവിയുടെ അന്തസ്സ് കളഞ്ഞു. വിദ്വേഷ പ്രസംഗങ്ങളുടെ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിലാണ് പ്രധാനമന്ത്രി മോദി മുഴുകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, അദ്ദേഹത്തിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെയൊക്കെ തന്നെയും ഇതിലൂടെ ഖണ്ഡിക്കുന്നുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞത്? നരേന്ദ്രമോദി എങ്ങനെയാണ് എന്നെ ഉദ്ധരിച്ചത്? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ BJP അതിൻ്റെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി എങ്ങനെയാണ് വികലമാക്കിയത് എന്ന് നമുക്കറിയാലോ. കച്ചിത്തീവ്, മീൻ പൊരിച്ചത്, മട്ടൻ കറി, മംഗൾസൂത്ര, വോട്ട് ജിഹാദ്, പാകിസ്ഥാൻ, മുസ്ലിങ്ങൾ, നുഴഞ്ഞുകയറ്റക്കാർ, പെറ്റുകൂട്ടുന്നവർ, CAA, പ്രാണപ്രതിഷ്ഠ. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് അരുൺ ഓർമ്മയുണ്ടോ? കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ടാണ്. അത്രയും ഗുരുതരമായ കാര്യങ്ങൾ. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചുകൊണ്ടാണ്. അത്രയും ഗുരുതരമായ രീതിയിൽ ഇന്നേ വരെ ഒരു ജനാധിപത്യ രാജ്യത്തും നമ്മൾ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ഇലക്ഷൻ വർക്ക് മാത്രമല്ല, ഒരു പരിപാടിയും രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ പാടില്ല എന്നുള്ള നിലയിലാണ് അവർ ഫണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും നരേന്ദ്രമോദി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗം നടത്തിയിട്ടുള്ള നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ധ്യാനത്തിനല്ല പോയിരിക്കേണ്ടത്, സ്പിരിച്വൽ ലൈഫിനല്ല പോകേണ്ടത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയവർക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് വേണ്ടത്. അതിന് ജയിലിൽ പോവുകയാണ് വേണ്ടത് നരേന്ദ്രമോദി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഹിന്ദുത്വയും വിവേകാനന്ദ ദർശനങ്ങളും തമ്മിലുള്ള ഒരു സമ്പർക്കത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. നോക്കൂ, ഹിന്ദുത്വത്തിൻ്റെ ബിംബം എന്ന നിലയിൽ ഉത്തരേന്ത്യയിൽ വിവേകാനന്ദ ദർശനങ്ങളെ BJPയും സംഘപരിവാറും ഉയർത്തിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. എന്താണ് ഇതിപ്പോൾ വിവേകാനന്ദ ദ ഫിലോസഫർ ഓഫ് ഫ്രീഡം എന്ന പുസ്തകം മലയാളിയായ ഗോവിന്ദ് കൃഷ്ണൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതിൽ എങ്ങനെയാണ് വിവേകാനന്ദ ദർശനങ്ങൾ, എങ്ങനെയാണ് ഹിന്ദുത്വ ദർശനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം, ഹിന്ദുത്വ ദർശനം എന്നൊന്നും പറയേണ്ട, ഹിന്ദുത്വ രാഷ്ട്രീയം എന്നെ സംബന്ധിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട്. ചിഹ്നങ്ങളിലൂടെ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ച് അപരവൽക്കരണ ശത്രുതയിലൂടെ രാജ്യത്തെ മതസാമുദായിക അന്തരീക്ഷം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹിന്ദുത്വം ശ്രമിക്കുന്നതെങ്കിൽ സ്വാമി വിവേകാനന്ദൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. എബ്രഹാമിക് മതങ്ങളോടുള്ള വെറുപ്പും ശത്രുതയും ഹിന്ദുത്വത്തിൻ്റെ സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും നിറയെ കാണാൻ കഴിയുമ്പോൾ വിവേകാനന്ദൻ്റെ ക്രിസ്തു മതത്തോടും ഇസ്ലാം മതത്തോടുമുള്ള മനോഭാവം ഇതിന് നേർവിപരീതമാണ് എന്ന് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുഗൾ കാലത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ആ ചരിത്ര പുസ്തകങ്ങളെ മറച്ചുപിടിക്കാനുമാണ് ഹിന്ദുത്വ സംഘടനകൾ ശ്രമിക്കുന്നത് എങ്കിൽ മുഗൾ സൗന്ദര്യബോധത്തെ, വാസ്തുവിനെ പറ്റി വിവേകാനന്ദ സ്വാമികളുടെ മതിപ്പ് ഈ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ
വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും നരേന്ദ്രമോദി ഇവിടെ ഇൻവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് വിവേകാനന്ദ സ്വാമികളുടെ ദർശനമല്ല. അദ്ദേഹം ആകെ ആ പറയുന്ന ധ്യാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് കാഷായ വസ്ത്രം മാത്രമാണ്. ഈ കാഷായ വസ്ത്രം എന്തിനാണ് നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത്? അത് വാരണസിക്ക് വേണ്ടിയല്ല സുജയ, അത് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ബംഗാളിലേക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് ബംഗാള് ഈ ലോക്സഭ ആയിക്കോട്ടെ, കാഷായത്തിന്റെ ഒരു ഛായ ഉണ്ടല്ലോ വിവേകാനന്ദ സ്വാമികളിൽ. ഏത് വസ്ത്രം ഇട്ടിരിക്കുന്നത്? വൈറ്റ് ആണ്. ശരി, ആയിക്കോട്ടെ. കാഷായം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഹിന്ദുത്വം ഏതൊക്കെ ബിംബങ്ങളെയാണോ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബിംബങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വിവേകാനന്ദ സ്വാമികൾ വെള്ള വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ചില ചിഹ്നങ്ങളിൽ കാഷായം ഉണ്ട്. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ 9 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 9 ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രത്യേകത, ഒരു മണ്ഡലത്തിലും കഴിഞ്ഞ 2019 ജയിച്ചിട്ടില്ല BJP, എല്ലായിടത്തും TMC ആണ്. 2 മണ്ഡലങ്ങളിൽ ഒരു 1.5 ലക്ഷത്തിൻ്റെയും 2.5 ലക്ഷത്തിൻ്റെ ഇടയിൽ വ്യത്യാസമുണ്ട്. ഈ പറയുന്ന 9 മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും, അത് 24 പർഗാനാസ് ഉണ്ട്, കൊൽക്കത്തയുണ്ട് അല്ലേ? ഈ കൊൽക്കത്തയിലെ 2 മണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച്. കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്? അവിടെ കൊൽക്കത്തയിലെ റോഡ് ഷോ വിവേകാനന്ദ സ്വാമികളുടെ കുടുംബ വീട്ടിലാണ് അവസാനിച്ചിട്ടുള്ളത്. നോക്കൂ, അവിടെ ഈ ശ്രീരാമകൃഷ്ണ മിഷനിലെ സ്വാമിമാരുമായിട്ട് മമതാ ബാനർജിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഈ ശ്രീരാമകൃഷ്ണ മിഷനിലെ സ്വാമിമാർ ഡൽഹിയിലെ BJP നേതാക്കളുടെ തീട്ടൂരം കേട്ടിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം മമതാ ബാനർജി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് അവർ രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണമാണ് സ്വാമിമാർക്കെതിരെ. അത് ഉന്നയിക്കാമല്ലോ. ഇപ്പോൾ ശങ്കരാചാര്യർക്കെതിരെ BJP എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠാ സമയത്ത്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണം അത് ശ്രീരാമകൃഷ്ണ മിഷനെതിരായിട്ടുള്ളതാക്കി, ശാരദാ മഠത്തിനെതിരായിട്ടുള്ളതാക്കി, വിവേകാനന്ദ സ്വാമികൾക്ക് എതിരായിട്ടുള്ളതാക്കി. മാത്രമല്ല അത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയാണ് എന്ന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് പോയി ബംഗാളിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിലാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ബംഗാളിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഈ 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളെങ്കിലും നേടുക എന്നുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായിട്ടുള്ള പ്രചരണമാണ് ഈ ധ്യാനം എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തതുപോയ പോലെ കിടക്കുക മാത്രമല്ല, പോയി ചത്തൂടെ എന്ന് നമുക്ക് പറയാൻ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിഗ് ചെയ്ത കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാജിവെക്കുന്നു. എന്ത് കാരണത്താലാണ്? പനി ബാധിച്ചിട്ടാണോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും കാരണത്താലാണോ അവർ രാജിവെക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതിനൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടതാണ്. അവർ രാജിവെച്ചതിന് പകരം നരേന്ദ്രമോദി ഒരു ഹാൻഡ് പിക്കായിട്ട് 2 പേരെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പടപടാന്ന് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് തന്നെ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വളരെ ദൈർഘ്യമേറിയിട്ടുള്ള 7 ഘട്ടങ്ങൾ. ഈ 7 ഘട്ടങ്ങൾക്കിടയിൽ നരേന്ദ്രമോദിയും BJPയും അതിൻ്റെ അജണ്ട നിശ്ചയിച്ച് ഫില്ല് ചെയ്ത് പോകാൻ അവസാനം ദൈവം വരെ എത്തി. ദൈവത്തിൻ്റെ ധ്യാനാണ് നമ്മൾ ഇപ്പോൾ ഈ മണിക്കൂറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു വിഷയവും നമുക്ക് സാധാരണഗതിയിൽ ഈ പറയുന്ന ഈ കോർണർ മീറ്റിങ്ങുകൾ ഉണ്ടല്ലോ, കോർണർ മീറ്റിങ്ങുകളിൽ കേൾക്കാത്ത രീതിയിലുള്ള വംശീയ വിദ്വേഷം, വർഗീയ വിദ്വേഷം, അതൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇവിടെയൊക്കെ തന്നെയും നോക്കുകുത്തിയായി നിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാ ഈ അവസാനം ഈ സമാപന പരിപാടിക്ക് കൂടി നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ കാഴ്ചപ്പാടിനെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് പോകട്ടെ, ഒരു സാധാരണഗതിയിൽ ജനാധിപത്യ രാജ്യത്തിൻ്റെ തന്നെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്നുള്ളതാണ്. നോക്കൂ, ഇത് ആദ്യ കാലഘട്ടത്തിൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ തന്നെയും ഒരു പ്രത്യേക സാഹചര്യം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി, ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്നത് അസാധ്യമാണ്. പ്രത്യേകിച്ച് ടെലിവിഷൻ മീഡിയ, ഓൺലൈൻ മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ഇങ്ങനെ മാധ്യമങ്ങൾ തന്നെ വ്യത്യസ്തമായി രൂപവൽക്കരിക്കപ്പെടുകയും അവയ്ക്ക് ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ബാധകമല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും മാത്രമല്ല ഈ പറയുന്ന ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഏത് തരത്തിലുള്ള സന്ദേശം നൽകാൻ കഴിയുകയും ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം? ഇത് ഒരാൾക്ക് മാത്രമായിട്ടാണോ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം? അത് എല്ലാവർക്കും ബാധകമാകുന്നില്ല എങ്കിൽ അറബിക്കടലിൽ എറിയണം MCC എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ
നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഈ സ്വാമി വിവേകാനന്ദൻ്റെ ആശയങ്ങളും നരേന്ദ്രമോദിയോ BJP പിന്തുടരുന്ന ഹിന്ദുത്വ ആശയങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഇന്നിപ്പോൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒക്കെ സംഗമിക്കുന്ന ഈ ത്രിവേണി സംഗമത്തിൻ്റെ അത്ര തന്നെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഉദാഹരണത്തിന് ഒരു കാര്യം ഞാൻ പറയാം. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി വിവേകാനന്ദൻ പറയുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: ലോകമെമ്പാടുമുള്ള മതങ്ങളുടെയും രാജ്യങ്ങളിൽ നിന്നും വന്ന എല്ലാ പീഡിതർക്കും അഭയം കൊടുത്ത ഒരു രാജ്യത്ത്, അഭയാർത്ഥികൾക്കും അഭയം കൊടുത്തൊരു രാജ്യത്തിൽ നിന്നാണ് ഞാൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ. വാക്ക് ശ്രദ്ധിക്കണം. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യത്തെയും എല്ലാ മതങ്ങളിലെയും അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത രാജ്യം, ആ രാജ്യത്തിൽ നിന്ന് വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന വിവേകാനന്ദനും സെലക്ട് ചെയ്ത ചില രാജ്യങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് അവരിൽ നിന്നൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട അഭയാർത്ഥികളെ ഒഴിവാക്കുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെയാണ് വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി പോകുമ്പോൾ വിവേകാനന്ദൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയവും നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന ആശയവും തമ്മിൽ തത്വികമായി അകന്നു പോകുന്നത്. രണ്ടും ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു കോമൺ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ നമുക്ക് കാണാൻ കഴിയില്ല. നരേന്ദ്രമോദിയുടേത് BJPയുടെ ഹിന്ദുത്വത്തിന് സവർക്കറൈറ്റ് ആശയങ്ങളാണുള്ളതെങ്കിൽ വിവേകാനന്ദൻ്റെ ആശയങ്ങൾ സവർക്കറൈറ്റ് അല്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കമ്പോണന്റ് നോക്കൂ. 1894 ഈ ചിക്കാഗോ പ്രസംഗം നടന്ന ഒരു വർഷത്തിനു ശേഷം ഇതേ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണാനന്ദ സ്വാമികൾക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. ആ കത്തിൽ വളരെ വ്യക്തമായൊരു ഭാഗം പറയുന്നു. ഈ പട്ടിണി കിടക്കുന്നവൻ്റെ മുന്നിൽ മതത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അൻ എംപ്റ്റി സ്റ്റൊമക്ക് ഈസ് നോട്ട് ഗുഡ് ഫോർ റിലീജിയൻ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറയുന്നുണ്ട് സ്വാമി വിവേകാനന്ദൻ. ഈ തിരഞ്ഞെടുപ്പിൽ 215ഓളം പ്രധാനപ്പെട്ട പ്രചരണ വേദികളിൽ ആദ്യഘട്ടം കഴിഞ്ഞ് 170 പ്രധാന വേദികളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് വിശക്കുന്ന, പട്ടിണിയുള്ള, തൊഴിലില്ലാത്ത, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാരൻ്റെ മുന്നിൽ മുസ്ലിങ്ങളെന്നും ഹിന്ദുക്കളെന്നും ഞങ്ങളെന്നും അവരെന്നും ഈ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും സ്വത്തുക്കൾ മംഗല്യസൂത്രം പിടിച്ച് അവർക്ക് കൊടുക്കുമെന്നുമുള്ള വർഗീയതയും മതപരവുമായിട്ടുള്ള ആശയങ്ങളാണ് പറഞ്ഞത്. രാമക്ഷേത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെയാണ് വിവേകാനന്ദൻ വ്യത്യസ്തനാവുന്നതും നരേന്ദ്രമോദി എന്ന ആശയം വ്യത്യസ്തനാകുന്നതും. അതുകൊണ്ട് നരേന്ദ്രമോദിയും വിവേകാനന്ദനും അഥവാ നരേന്ദ്രനാഥ് ദത്തനും നരേന്ദ്രമോദിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അക്ഷരങ്ങളുടെ സാമ്യം മാത്രമേ ഉള്ളൂ എന്നതുകൂടി ഞാൻ പറയട്ടെ. അതുകൊണ്ട് തീർച്ചയായും ഇത് രാഷ്ട്രീയ ധ്യാനം തന്നെയാണ്. യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ്റെ ആശയങ്ങളെ അല്ല നരേന്ദ്രമോദി ധ്യാനത്തിലൂടെ പ്രതീകവൽക്കരിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക്. സുജയ, കൂടി ചേർക്കാനുണ്ടോ? കൂട്ടിച്ചേർക്കണമല്ലോ. കാരണം ഇത്രയും സാറ് പറഞ്ഞതൊക്കെ അത് നരേന്ദ്രമോദിയോടുള്ള പുച്ഛവും പരിഹാസവും ഒക്കെ അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉടനീളം കണ്ടത് അത് ഇന്ന് ഒരിക്കൽ കൂടി നികേഷ് സാറിൽ നിന്ന് കേട്ടു എന്നല്ലാതെ അതിൽ പുതുമയൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അങ്ങനെയല്ലാതെ നരേന്ദ്രമോദിയെ കാണാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായവുമാണ്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുമാണ്. അതിനോടല്ല, പക്ഷേ അങ്ങനെ ഇകഴ്ത്തി കാണിക്കുമ്പോഴും ലോകത്തിന് മുന്നിൽ ഇനി നരേന്ദ്രമോദി അടയാളപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ജൂൺ 9 മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം കാണുന്ന മാറ്റങ്ങളിലൂടെ അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപ് ഈ രീതിയിൽ റിഗ്ഗിങ് നടന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള എങ്ങനെയാണ് അതിലെ ഇൻഡക്ഷൻ നടന്നത് അതേക്കുറിച്ചൊക്കെ പറയും. പിന്നെ EVM അട്ടിമറി, അങ്ങനെ കുറേ പോയിന്റ്സ് ഇതിനകം തന്നെ ക്യാപ്സൂൾസ് റെഡി ആയിരിക്കും. കാരണം 4-ാം തീയതി വരെ മാത്രമേ ഇതെല്ലാം പറയാൻ കഴിയുകയുള്ളൂ. അതായത് നരേന്ദ്രമോദി തോൽക്കാൻ പോകുന്നു, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ മജോറിറ്റി മാർക്കിലേക്ക് എത്താൻ പോലും ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഈ 57-ൽ നിന്നുള്ളത് പരമാവധി കിട്ടിയാൽ മാത്രമേ ആ മജോറിറ്റി മാർക്കിലേക്ക് 272 എത്താൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് ജൂൺ 4-ാം തീയതി ഉച്ചയ്ക്ക് 12 സീതാരാമന്റെ ഭർത്താവ് പറഞ്ഞു. അപ്പോൾ താങ്കൾ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ പരകാല പ്രഭാകരനെ അഭിപ്രായമുള്ളൂ, ഡോക്ടർ അരുണില്ല. ആ കോട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡോക്ടർ അരുണിന് അഭിപ്രായമുണ്ടോ? 272 എത്തുമെന്ന് പിടിച്ചു കിട്ടുക നിലവിലത്തെ ഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള ഈ ആശങ്കയ്ക്കും ആയുസ് എന്ന് പറയുന്നത് ജൂൺ 4-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമേ ഉള്ളൂ ഡോക്ടർ അരുൺ. അതാണ് എന്റെ ഫൈനൽ ടേക്ക്. ഓക്കെ, ഫൈൻ. അപ്പോൾ രാഷ്ട്രീയ ധ്യാനമോ എന്നതായിരുന്നു ചോദ്യം. ഞാൻ അതിലേക്ക് വരാം. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. മീഡിയ എഡിറ്റേഴ്സ് തുടരുന്നു. നേരത്തെ സുജയ ഇവിടെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ 57 മണ്ഡലങ്ങളേ ഉള്ളൂ. അത് ഈ ഭൂരിപക്ഷത്തിൽ വരേണ്ടതല്ല, അത് വേറെയാണ്. നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ അത്ഭുതം കൂറുകയാണ്. സുജിയ പോട്ടെ, സുജിയ ചിലപ്പോൾ സിഫോളജിസ്റ്റുകളെ കേട്ടിട്ടൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക.
പക്ഷേ അമിത്ഷാ. അമിത്ഷാ പറയാണ് മൂന്നാമത്തെ മണ്ഡലത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു. അമിത്ഷാ ഓരോ ഘട്ടം കഴിയുമ്പോഴേ എത്ര സീറ്റായി എന്ന് പറയാണ്. 6ാമത്തെ ഘട്ടം കഴിയുമ്പോൾ പറയാണ് 310 ആയി എന്ന്. മൂന്നാം ഘട്ടത്തിൽ 270 കടന്നു എന്ന് പറഞ്ഞു. 73%. അമിത്ഷായ്ക്ക് അറിയാം ഓരോ ഘട്ടത്തിലും എത്ര സീറ്റുകൾ കിട്ടുന്നുണ്ട് എന്ന്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ടൊരു ടെലിപ്പതി BJP ആഫീസിൽ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നോക്കൂ, അദ്ദേഹം പറയാണ് 4-ാം തീയതി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ഷഹസാദമാരെ കുറ്റം പറയുമെന്ന്. അപ്പോൾ അറിയാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന വിധത്തിലുള്ള ഒരു ജനവിധിയാണ് വരുന്നത് എന്നാണ് അമിത്ഷാ ഇപ്പോഴേ കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായി എന്നെ സംബന്ധിച്ചിടത്തോളം സംശയത്തിലാക്കുന്നുണ്ട്. നമുക്ക് ചില കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും, ചില വാചകങ്ങളിലൂടെയും വാക്കുകളുടെയും സൂചനകളിലൂടെയും. അതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ ശരിയാണ്, ഇപ്പോൾ യോഗേന്ദ്ര യാദവ് അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ പോലുള്ള സിഫോളജിസ്റ്റുകൾ തർക്കിക്കുന്ന കാര്യങ്ങളിൽ യുക്തിസഹമായ കാര്യങ്ങൾ പ്രശാന്ത് കിഷോർ പറഞ്ഞു, യുക്തിസഹമായ കാര്യങ്ങൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞു, മറ്റ് സിഫോളജിസ്റ്റുകൾ പറഞ്ഞു. അതാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. ഒന്നത്. രണ്ടാമത്തേത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇവൻറ്റുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഡോക്ടർ അരുൺ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പൗരന് ഓർമ്മ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? RSSനെ നിരോധിച്ചു, മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? ആ സർദാർ വല്ലഭായ് പട്ടേലിന് 3000 കോടി രൂപയുടെ പ്രതിമ ഉണ്ടാക്കിക്കൊടുത്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുത്തു. എന്തിനാണെന്നറിയോ സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുത്തത്? ജവഹർലാൽ നെഹ്റുവിനെ ഇകഴ്ത്താൻ വേണ്ടി. നോക്കൂ, ലോകം കണ്ട ഒരു സ്റ്റേറ്റ്സ്മാനാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ മതേതര ഘടനയ്ക്ക് അടിത്തറപ്പാക്കിയിട്ടുള്ള ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു. ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ആ വ്യക്തിത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് എനിക്ക് ഉറക്കെ പറയേണ്ടി വരുന്ന സാഹചര്യമാണിത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ ഇവർ ഉയർത്തിപ്പിടിച്ചു. മഹാത്മാഗാന്ധിയുടെ ഈ അടുത്ത ദിവസം നരേന്ദ്രമോദി പറയുകയാണ് മഹാത്മാഗാന്ധി 1982 അറ്റൻബറോയുടെ പടം വന്നതിന് ശേഷമാണ് ലോകം അറിഞ്ഞത് എന്ന്. ഇങ്ങനെയൊക്കെ വിവരശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മുടെ ഒരു പ്രധാനമന്ത്രിക്ക്, അതും എൻ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു എന്നുള്ളത് അതിശയകരം തന്നെ എന്ന് മാത്രമേ ഞാൻ അക്കാര്യത്തോട്. അപ്പോൾ അവിടെയും മഹാത്മാഗാന്ധി ഏറ്റെടുക്കുകയാണ്. ആരാണ് ഈ മഹാത്മാഗാന്ധി? സമീപകാലത്ത് BJPയുമായിട്ട് മഹാത്മാഗാന്ധി എങ്ങനെയാണ് വാർത്തയിൽ വന്നത്? പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു MP ഓർമ്മയുണ്ടോ? പ്രതീകാത്മകമായി വെടിവെച്ചത് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് നേരെയാണ്. ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെ. എന്നിട്ട് നാഥുറാം ഗോഡ്സെയെ കുറിച്ച് പ്രഗ്യാ സിംഗ് ഠാക്കൂർ പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം ദേശഭക്തനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ മഹാത്മാഗാന്ധിയോടുള്ള ഐക്യപ്പെടൽ എന്നുള്ളതാണ്. മോദി പറഞ്ഞത് എന്താണ്? ഈ സിനിമ വന്ന ശേഷമാണ് ഗാന്ധിയെ അറിഞ്ഞതെന്ന് മോദി പറഞ്ഞു. അതാണല്ലോ സാറിന്റെ ടേക്ക്. അതിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. മോദി പറഞ്ഞ വാചകം എന്താണ്? पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई, अच्छा ये कौन है? അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഈ സിനിമ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ക്യൂരിയോസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. സിനിമ പുറത്തു വന്നപ്പോൾ പറഞ്ഞുതരാം. पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई, अच्छा ये कौन है? അങ്ങനെയാണ്. നിങ്ങളുടെ അർത്ഥമല്ല ഈ ഹിന്ദി വാചകത്തിന്റെ അല്ലല്ല സാറ് പറഞ്ഞതിൽ അതായത് ഗാന്ധി എന്ന സിനിമ അത് ആ സിനിമ പുറത്തു വന്നപ്പോൾ ഫസ്റ്റ് ടൈം ആ സിനിമ പുറത്തു വന്നപ്പോൾ വേൾഡ്, അതായത് ലോകത്തിന് തോന്നിയ ക്യൂരിയോസിറ്റിയുടെ അത് തന്നെയാണല്ലോ ക്യൂരിയോസിറ്റി തന്നെ. അപ്പോൾ ആരാണ് ഈ മനുഷ്യൻ എന്നുള്ള ക്യൂരിയോസിറ്റി ഇത്രയും വലിയ മനുഷ്യൻ ലോകത്തിന് ക്യൂരിയോസിറ്റി തോന്നിയോ? അതായത് ഗാന്ധിജിയെ കുറിച്ച് ചിലപ്പോൾ അൺനോൺ ഫാക്ട്സ് അന്നേരം അറിഞ്ഞ ആളുകൾ ഉണ്ടാകാം. എന്റെ പൊളിറ്റിക്കൽ സയൻസുകാരൻ ഉണ്ടായിട്ടുള്ള സംശയം നമ്മുടെ പാനലിസ്റ്റിനും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ലോകത്തിന് ഈ മഹാത്മാഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുത്തത് അറ്റൻബറോയുടെ സിനിമയാണെന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ ആശയം. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി ഒരു വ്യാഖ്യാനവും ചില ചില്ലറ ഹിന്ദി വാക്കുകൾ കൊണ്ടുവന്ന് നടത്തണം. എന്റെ ഒരു ആശയം വ്യക്തമാക്കി ഞാൻ മുന്നോട്ട് പോട്ടെ. സർദാർ വല്ലഭായ് പട്ടേലിനെ പറഞ്ഞു, മഹാത്മാഗാന്ധിയെ പറഞ്ഞു, അതായത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ
പ്രതീകാത്മകമായി വെടിവെച്ചു കൊന്ന് നാഥൂറാം ഗോഡ്സെയെ രാജ്യസ്നേഹിയായി അവതരിപ്പിച്ച അതേ മഹാത്മാഗാന്ധിയെ ഇതാ കോൺഗ്രസ് ഒറ്റപ്പെടുത്തിയെന്നും ഞങ്ങളാണ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നും 82-ൽ സിനിമ വന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളാണ് മഹാത്മാഗാന്ധി എന്നും പറഞ്ഞു. അവിടെ നോക്കൂ. പിന്നെ വിവേകാനന്ദന്റെ കുപ്പായ ഇപ്പോഴും ഇടുന്നതും വിവേകാനന്ദനെ കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഈ പറയുന്ന ഈ തട്ടുതൊളിപ്പൻ ഇവന്റുകാരുണ്ടല്ലോ, ഈ തട്ടുപൊളിപ്പൻ ഇവന്റുകാരുടെ പൊടിക്കൈകൾ മാത്രമാണ്, ചില്ലറ പൊടിക്കൈകൾ. ചരിത്രത്തെ ഒന്നും മാറ്റി നിർത്താനൊന്നും കഴിയാതെ ചരിത്രമൊക്കെ അതിൻ്റെതായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി നീങ്ങും. ഈ പറയുന്ന പൊറാട്ട് നാടകത്തിലൊന്നും ഇതിനകത്ത് ഏറ്റവും കൗതുകരമായ കാര്യം 1982-ൽ ഈ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ലോകത്തിന് ഇതാരാണെന്നറിയാനുള്ള ആകാംക്ഷ വർദ്ധിച്ചു എന്ന് അറിയാനുള്ള ആകാംക്ഷ, ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായി എന്നതാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഗാന്ധിജിയെ പോലെ അതുപോലെ ആകാൻ ഇപ്പോൾ ഡോക്ടർ അരുണോ എം വി നികേഷ് കുമാറിനോ എനിക്കോ പറ്റുമോ ഇല്ല. ഗാന്ധിക്ക് തുല്യം ഗാന്ധി മാത്രമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഗാന്ധിയെ പോലെ അത്രയും ലളിത ജീവിതവും അഹിംസയിലൂടെയുള്ള ഒരു സമരമാർഗവും അതൊക്കെ ഇന്ന് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് ആ രീതിയിൽ ചിന്തിക്കാനോ കഴിയുന്ന ഒരാളെങ്കിലും ഉണ്ടോ? ഇതുപോലൊരു മനുഷ്യൻ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഗാന്ധി ദണ്ഡിയാത്ര നടത്തിയതെന്നാ 1930. അന്ന് ടൈംസ് മാഗസിന്റെ ഫ്രണ്ട് കവറിൽ ആരാ വന്നത്? 1931. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിയെ ലോകത്തിന് അറിയില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി ലോകത്തിനുണ്ടായി. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അതുണ്ടായി എന്ന് പറയുന്നതിന് എന്താണ്? ഇങ്ങനെയും ഒരു മനുഷ്യൻ, ഇങ്ങനെയും ഒരാൾക്ക് കഴിയുമോ എന്നൊരു ആകാംക്ഷ ഉണ്ടായി. ഇത് 1930-ൽ ദണ്ഡിയാത്ര നടത്തി സിനിമയിലൂടെയാണ് എന്ന് പറയുന്നു. ഇതിനു മുൻപും ഗാന്ധിയെ കുറിച്ച് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതെന്താണ് എന്റെ പൊളിറ്റിക്കൽ സയൻസ് മറന്നു? അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എന്റെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ഡിഗ്രി, ഇതുവരെ പുറത്തു വരാത്തൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അല്ല, ആ ഞാൻ പറയട്ടെ, എന്റെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പഠിച്ച് ഗാന്ധിക്ക് അല്ല നരേന്ദ്രമോദിക്ക് 1931 ടൈംസ് മാഗസിൻ എന്തുകൊണ്ട് അറിയാതെ പോയി? 1969 ശതാബ്ദി ആഘോഷവേളയിൽ 40 രാജ്യങ്ങളുടെ സ്റ്റാമ്പ് ഇതേ ഗാന്ധിയുടെ പേരിലാണ്. ഗാന്ധിജി അങ്ങനെയല്ല. ഞാൻ പറയട്ടെ ഡോക്ടർ അരുൺ, ഈ ക്യൂരിയോസിറ്റി വളച്ചൊടിച്ചുള്ള ആഖ്യാനത്തിലൂടെ നരേന്ദ്രമോദിയെ മോശമായി അവതരിപ്പിച്ചു, നരേന്ദ്രമോദി ഗാന്ധിയെ മോശമായി അവതരിപ്പിച്ചു എന്ന് വരുത്തണമെങ്കിൽ വരുത്തിക്കോളൂ. യാഥാർത്ഥ്യം അറിയാവുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. 1982 റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമയിലൂടെ ലോകത്തിലെ ആളുകൾക്ക് കൗതുകം വർദ്ധിച്ചു, ക്യൂരിയോസിറ്റി വർദ്ധിച്ചു. ഇത് ആരാണെന്നറിയാൻ. അതിനു മുൻപ് കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്നാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ നമുക്കിടയിൽ ഉണ്ടായി. ഇതൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ പണ്ടേ വിട്ട സീനാണെന്ന്. ആൽബർട്ട് ഐൻസ്റ്റീൻ 1948 പറഞ്ഞത് ലോകത്ത് മുഴുവൻ ആൾക്കാർ പറഞ്ഞ് പഠിച്ചുകൊണ്ട് നടക്കുക. എന്താ പറഞ്ഞെന്നറിയാമോ? ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് മജ്ജയും മാംസവും ഉള്ള മനുഷ്യൻ അറിയുമോ എന്ന് ചോദിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാ. അത് എന്താണെന്നറിയാമോ? 24 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ വിശ്വസിക്കില്ല. അതായത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂലോകത്ത് ജീവിച്ചിരുന്നതായി വിശ്വസിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതെന്നാണ് ഈ നരേന്ദ്രമോദി ഈ സീൻ പറയുന്നതിനും മുൻപ് 24 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ടാണ് ഒരു മനുഷ്യൻ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ വിവേകാനന്ദ പാറ എന്നാണല്ലോ നമ്മൾ ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. ഇനി അതൊരു മോദിപ്പാറയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചില നിരീക്ഷകർ പറയുന്നത്. എങ്ങനെയെന്നാൽ വിവേകാനന്ദൻ ഈ പാറയിലേക്ക് പോയിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് നമ്മളുടെ മകരന്ദാർ പരഞ്ച്പേ എന്ന് പറയുന്ന ഒരു അക്കാദമിക് പണ്ഡിതനാണ്. ഈ പണ്ഡിതൻ എന്ന് പറയുന്നത് ഇവരുടെ ഈ BJPയുടെ ഒരു സൈദ്ധാന്തികനായ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് വിവേകാനന്ദൻ 1892 ഈ പാറയിലേക്ക് നീന്തിക്കടന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനുള്ള ഏക തെളിവെന്ന് പറയുന്നത് ഈ രാമകൃഷ്ണാനന്ദയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ രാമകൃഷ്ണാനന്ദയ്ക്ക് എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. ആ കത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നൊരു ആശയമാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വിവേകാനന്ദൻ പോകാത്ത പാറയിൽ ധ്യാനനിരതനായി ലോകശ്രദ്ധയെ ആകർഷിച്ച 1982 സിനിമ പോലെ ഈ 2024 ശേഷം ലോകശ്രദ്ധയിലേക്ക് ആ പാറയെ കൊണ്ടുവരുന്ന പാറയ്ക്ക് വിവേകാനന്ദ പാറ എന്നല്ല പേര് ചേരുന്നതെന്ന് ഇനി ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുമായിരിക്കും. എന്തായാലും രാമ എന്ന മാർക്ക് റോബിൻസന്റെ സിനിമ നിരോധിച്ച നെഹ്റുവിനേക്കാളും ഭേദമാണ് നരേന്ദ്രൻ. രാഷ്ട്രീയ ധ്യാനമോ എന്നതാണ് ചോദ്യം. യെസ് എന്ന് 2 പേർ, നോ എന്നൊരാൾ. Meet the editors.